വിളക്ക് മനുഷ്യജീവിതത്തിന്റെ വലിയ ഒരു ആത്മീയ ചിഹ്നമാണ്. വിളക്ക് ഇരുട്ടിനെ നീക്കം ചെയ്യുന്നു, വഴി കാണിക്കുന്നു, പ്രത്യാശ നൽകുന്നു. വിശുദ്ധ ഗ്രന്ഥത്തിൽ വിളക്കിന് വ്യത്യസ്ത ആന്തരിക അർത്ഥങ്ങളുണ്ട്. അതിൽ ഒന്ന് വിശ്വാസമാണ്. ദൈവൈക്യം ഇതിൽ ചേർക്കുന്ന എണ്ണയും. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 25 അധ്യായം 1 മുതൽ 13 വരെ വാക്യങ്ങളിലാണ് നാം 10 കന്യകമാരുടെ ഉപമ വായിക്കുന്നത്. അവരിൽ 5 പേരുടെ വിളക്കിൽ എണ്ണ അവർ കരുതിയില്ല എന്നുകൂടി നാം വായിക്കുന്നു. 13 വാക്യത്തിൽ ജാഗരൂകതയെക്കുറിച്ച് സുവിശേഷകൻ പരാമർശിക്കുന്നുണ്ട്. വിളക്കിന്റെ മറ്റൊരു സ്വഭാവമാണ് ജാഗരൂകത. ജാഗ്രത എന്നാൽ ദൈവത്തിന്റെ ശബ്ദത്തിനായി ഉണർന്നിരിക്കുക എന്നുകൂടി അർത്ഥമുണ്ട്. തിരക്കുകളും ലോകചിന്തകളും മനുഷ്യനെ ആത്മീയ ഉറക്കത്തിലേക്ക് നയിക്കും. തിരക്ക് നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാണ്. ജോലി, ഉത്തരവാദിത്തങ്ങൾ എല്ലാം ആവശ്യമാണ്. എന്നാൽ പ്രശ്നം തിരക്കല്ല, ദൈവത്തെ മറക്കുന്ന തിരക്കാണ് അപകടം. അതുകൊണ്ടാണ് ഹെൻറി ന്യൂമാൻ പറയുന്നത്, തിരക്ക് പലപ്പോഴും ആത്മാവിന്റെ ശൂന്യത മറയ്ക്കാനുള്ള മാർഗമാണെന്ന്. ഇവിടെ ശൂന്യത എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് നമ്മുടെ ഹൃദയത്തിലെ ആന്തരിക നിറവില്ലായ്മയാണ്, ദൈവസാന്നിധ്യം ഇല്ലാത്ത അവസ്ഥ. അങ്ങനെ ഉള്ളിലെ ശൂന്യത പുറത്തു കാണാതിരിക്കാൻ തിരക്ക് ഒരു മറയായി നാം കാണുന്നു. ഇവിടെ ഹൃദയം ദൈവസാന്നിധ്യം നിമിത്തം നിറയാൻ പ്രാർത്ഥനയ്ക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. പ്രാർത്ഥനയിൽ നമ്മുടെ ജീവിതവിളക്കിൽ നാം ദൈവസാന്നിധ്യത്തിന്റെ എണ്ണ നിറയ്ക്കുമ്പോൾ ജീവിതം പ്രകാശപൂരിതമാകും. വീണ്ടും വിശുദ്ധ ലൂക്കാ എഴുതിയ സുവിശേഷം 15 അധ്യായം 8 മുതൽ 10 വരെയുള്ള വാക്യങ്ങളിൽ 10 1 നാണയം നഷ്ടപ്പെട്ട സ്ത്രീ വിളക്ക് കൊളുത്തി വീട് മുഴുവൻ അന്വേഷിക്കുന്നുണ്ട്. 9 എനിക്കുണ്ട് എന്ന് പറഞ്ഞ് അവൾ ശ്രമം വിട്ടുകളഞ്ഞില്ല. നഷ്ടത്തെ ചെറുതാക്കി കാണുന്നില്ല, അന്വേഷിക്കാൻ വൈകിയില്ല. നാണയം തിരികെ വന്നില്ല, വിളിച്ചു പറയുന്നുമില്ല. എങ്കിലും സ്ത്രീ നാണയം അന്വേഷിക്കുന്നു. ഇതുപോലെ തന്നെയാണ് ദൈവിക കൃപയും. നാം നഷ്ടപ്പെട്ടവനാകാം, അവഗണിക്കപ്പെട്ടവനാകാം, എന്നാൽ സ്വർഗം നിന്നെ മറന്നിട്ടില്ല. ദൈവം വിളക്ക് കൊളുത്തി നിന്നെ കണ്ടെത്തുന്നു.